അവക്ക് ഫുള്ള് വളർച്ചടി വെക്കുന്നങ്ങാണ്ട് ഇത്ര വെള്ളം കാട്ടിയാലേ പോയാ കാട്ടിക്കല്ല പെട്ടൊക്കെ ഞാനൊരു പേര് അതിലുണ്ടാകും. എന്നാ പിന്നെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ആ പൊണ്ണു കുട്ടികളോട് വരാനാണ്. കുറച്ചുകാട് വരട്ടെ ഏതായാലും. ാവോ ഞാനോട് പറഞ്ഞതും ഇല്ല. ഇവിടെ വലിയ തിരക്കുണ്ടോന്നാവോ. നേരായി നാളെ വരാറക്കണ പെണ്ണ്. ഇങ്ങോട്ട് വരെ ഞാൻ അങ്ങോട്ട് അതിന് ചെറുട്ട് കേൾക്കാനേക്കണ്ടേ വണ്ടികളെ കൊണ്ട് നിൽക്കണേ. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ആ വില്ലിക്ക് ചെറുക്കനെ പൊട്ടും വരാറക്കും. അപ്പൊ തര പച്ചരി പൊടിച്ചാനേ പത്തിരിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ തന്നെയാണ് പോന്നിക്കാണ്. ഇപ്പൊ വണ്ടികളെ കൊണ്ട് ചൂട് കേൾക്കാൻ നോക്കണ്ടേ. ഞാൻ കാണാച്ച് നേരെ കരി കൊടുക്കുമ്പോ കുട്ടികളെ ആ തന്തനി തള്ളനി ഒക്കെ ഇട്ട് ആ കുട്ടികളൊക്കെ പറഞ്ഞയച്ചിട്ട് ആ പാടം നെഞ്ച് പോണാണ് ചെന്തിനെ പോണു വെച്ചാൽ ചട്ടവും കാണാൻ നല്ല മട്ടത്തില് സാരി ഇതൊക്കെ എടുത്തുകാണും ഇങ്ങനെ പോണു. അപ്പൊ ഇത് നയിപ്പിനനുസരിച്ചാണ് കിട്ടുണ്ടോന്നറിയാം. കുട്ടികളൊക്കെ നല്ല നയിപ്പൊക്കെ തന്നെയാണ്. ഈ നേരം ആ തന്താ ബ്രോക്കറാക്കാനെ അയച്ചാത്താൻ ഇട്ടുങ്ങാണ്ടിച്ചിങ്ങനെ കാണോ പാലോ ഉണ്ടാവില്ല. എന്റെ കണ്ണ് എവിടേക്കും നോക്കില്ല. പായിനാണ് മുട്ടാ കാണാ കുട്ടികൾ വന്നിട്ടുണ്ട് അങ്ങോട്ട് പായണോ. ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം നമുക്ക് ജോലിക്ക് പോകും. ആ നേരാകുമ്പോ കൂടെ സ്കൂളാണ്. നമുക്കിപ്പോൾ വലിയ പൈസ ഒന്നും കിട്ടൂല. എന്നാലിപ്പോൾ ഈ പഠിച്ചാൽ നമ്മൾ സ്റ്റാൻഡേർഡൊക്കെ അനുസരിച്ച് ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ഞാൻ ടീച്ചറെ പഠിച്ചിട്ടുള്ളൂ. രണ്ടെണ്ണത്തിനെ പാടെ കൊടുത്ത് കെട്ടിക്കുഞ്ഞിപ്പോ മഞ്ഞിനത് കഴിച്ച് കൊണ്ടുപോകാണിച്ചൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം പഠിപ്പൊക്കെ ഉണ്ട്. പക്ഷെ ജോലിന്റെ ശമ്പളം ഒന്നും ഇപ്പൊ അങ്ങോട്ട് പറയാൻ പറ്റൂല. അതിൻ്റെ അത്രയൊക്കെ എനിക്ക് തോന്നിയൊന്നും കിട്ടുന്നില്ല. ഒരെട്ടായിരപ്പൊക്കെ കിട്ടുള്ളൂ. അതൊക്കെ അവനൊക്കെ കിട്ടുക എത്ര ടീച്ചർമാരുടെ അത്ര വലിയ പൈസ ഒന്നും ആർക്കും കിട്ടൂലാണ്. പെണ്ണേ ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിപ്പോ ഈ കുറച്ചായിട്ടുള്ള ഈ ഇതില് ചേർന്നിട്ട് ഇനിയും വലിയ ലൈമുണ്ടില്ലേ പെണ്ണേച്ച് അങ്ങോട്ട് പോരാ. ആ വില്ലിലുണ്ട് ആ പൊണ്ണുണ്ടായില്ലേ അത് നേരെ വെക്കുവോ. എന്താച്ചാലേ ഇവിടെ കടക്കോ തന്നെ ഓല മില്ല ആ ഓളെ ഇവിടെ ബാബ ഞാൻ പറഞ്ഞിട്ട് പണി ആ വണ്ടികളുടെ ഇടയിൽ നിന്നാ ഒരുപാട് കാലം കളിക്കലേന് കൊഴുപ്പൊക്കെ ജീവിച്ചാനൊക്കെ ആയി എന്തെങ്കിലും അങ്ങനെ അപ്പൊ അതിന് കുറ്റ പൈസൊക്കെ പാടെ കൊടുത്തിട്ട് വിചാരിച്ച ആൾക്കാർക്കോ പൈസ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ഇവിടെ വിദ്യാഭ്യാസം വേണ്ട, ചേരും ചോർക്കും വേണ്ട, നല്ല സാധനങ്ങളാണ് നമ്മളെ പറഞ്ഞ അവിടുന്ന് വിളിച്ചറിഞ്ഞാല് പിന്നെ അവിടുന്ന് സാധനം ഒരു ഉറുപ്പ്യ കൊടുക്കാതെ മെത്തൽ കൊടുത്താൽ
അതിന്റെ പുറത്ത് കുഞ്ഞുങ്ങൾ കുറെ ചത്തോ കൊത്തി നേരം പോയിട്ട് എന്നിട്ട് എന്താണ് കിട്ടാൻ പോണ പെണ്ണെ ഏറ്റവും പറഞ്ഞത് ആ പെണ്ണിന്റെ അതിന്റെ അടുത്ത് കിടക്കണ സ്വർണ്ണൊക്കെ പറഞ്ഞ ഇങ്ങോട്ട് പോവല്ലേ ഞമ്മക്ക് ഏതായാലും പോവാ ഞാൻ ആ തേടാലിയാക്കാന്റെ പൊടിപ്പാടിലേക്ക് പോകുമ്പോ പോയി കുട ആടി കുട്ടി പോണ എന്താ തന്നെ എന്താണോ ഞാൻ ആ പെണ്ണിനെ ചെറുക്കനാ പോടാ മഞ്ഞേനെ കൊണ്ടേ കൊടുക്കുന്നാവോ അതിന്റെ പുറത്ത് ഓല് ഈ കുളിന്റെ മിന്നല്ലേ ഇത് അതിന്റെ മിന്നാണ് ഈ കുളി കുട്ടികളൊക്കെ ഈ സാധനങ്ങളോ ഇതൊക്കെ കുടിച്ചാൻ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഉള്ളിൽ എലിമണ്ടിന്റെ സാധനങ്ങളുണ്ട് നമ്മളെ സാധനം ഇങ്ങോട്ട് പോലെ അതിനെ എന്നോട് ഞാൻ ഈ പറയുന്നത് ഇറാനാണോ പേര് ഞാൻ എന്തുണ്ടായില്ല പറഞ്ഞു നേരം ബെഗിച്ച കണ്ണ് പിന്നെ ആ മുരിക്കുട്ടികളെ കഴിച്ചു കൊണ്ടാകാന് ഞാനേ ആവുന്നുള്ളൂ പിന്നെ ആ മുരിക്കുട്ടികളാണല്ലോ ചെട്ടിന്റെ കെട്ടാൻ കെട്ടിക്കുന്നത് അത് കഴിച്ചു കൊണ്ടുപോയി അതിന്റെ വെള്ളം കൊടുക്കും ഇപ്പൊ വരും ഞാൻ ആ ഉത്തരാന്റെ പിന്നെ വിലേ ഇതിലുണ്ട് ഞാന് കൊട ഞാൻ കൊണ്ട് നിക്കണേ പള്ളിക്ക് പോവാൻ മാറ്റാറുണ്ടെങ്കിൽ ആ ബോട്ട് തൊട്ട് കൊട എടുത്തോളി നമ്മളെ കുടിയിലും പെണ്ണെ ഇങ്ങോട്ടൊക്കെ ഈ സോപ്പ് നമുക്ക് പിന്നെ ഇതിന്റെ കജ്ജുമൊക്കെ ഈ മൂരിക്കുട്ടിയായിട്ട് നടന്നിട്ട് കൊതുക് കടിച്ചിട്ടൊക്കെ നല്ല ചൊറിച്ചിലും ഇതുണ്ടായിരുന്നു ഈ സോപ്പ് അത് ഇത് തേച്ചിട്ട് ഈ അലർജിയുടെ സാധനം തന്നെ അല്ല പിന്നെ പെണ്ണെ രണ്ട് സോപ്പ് ഇത് 76% ഏത് കുഞ്ഞുകുട്ടികൾക്കും ഇത് തേച്ച് നോക്കി വലിയവർക്കും തേക്കാം കുട്ടിയെ നമ്മളീ ലൈമണ്ടിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ അതിന്റെ 4-5 കൊല്ലായി ഇതിൽ വന്നു പിന്നെ ഞാൻ വാങ്ങിയിരിക്കുന്നത് പിന്നെന്താ ഞാൻ ഇപ്പൊ കഴിഞ്ഞ 2 മാസം കൊണ്ട് വാങ്ങിയ സ്വർണ്ണം എന്റെ കയ്യില് ഞാൻ കാണിച്ചു പിന്നെന്താ 10-15 ഇതുണ്ടോ ഇങ്ങനെയായിട്ട് നമുക്ക് പൂവിനായിട്ട് ഇതോട്ടടുത്തേ നമ്മള് ജ്വല്ലറിക്ക് പോകുക ഇതിന്റെ ഉള്ളിന്ന് ജ്വല്ലറി കൊണ്ടുപോയാല് ഓല് തോണ്ടിയിട്ട് ഈ സാധനങ്ങൾ എടുക്കും ഈ കാലുറുപ്പില്ലേ ഞാൻ വള മേടിച്ചു എന്റെ കുട്ടികൾക്ക് മേടിച്ചു പിന്നെ എന്റെ നാത്തൂന്റെ കല്യാണം മോളെ കല്യാണത്തിന് പിന്നെ എന്റെ വണ്ടിയൊക്കെ കടുത്ത പണി ഈ വണ്ടിക്കൊക്കെ വിശ്വസിച്ചിട്ടില്ല നമ്മളെ കൊണ്ട് കഴിച്ചിട്ട് കൂട്ടിച്ചിട്ട് ഇപ്പൊ എന്താ കുഴപ്പം നമ്മളെ മാപ്പാർക്ക് സഹായല്ലേ എന്റെ പെണ്ണിനെ പഠിപ്പിക്കാൻ ഞാനന്ന് നഴ്സിംഗിന് പഠിക്കാണ് 50,000 ഞാൻ എടുത്തോട്ടു അതൊക്കെ നമ്മളെ മാപ്പാർക്ക് പിന്നെന്താ മനസ്സിലായി ഇപ്പൊ കുറച്ചൊക്കെ മനസ്സിലായി ഇതിപ്പോ വലിയ പളായിങ്ങനെ മാറ്റിച്ചമഞ്ഞ് പോയിട്ട് നേരം പോലത്തെ വൈകുന്നേരം പോവാണ് തന്നെ പിന്നെന്താ നീ കുപ്പായൊക്കെ ഊരിട്ട് ഇതുണ്ട് ഇട്ടിട്ട് എന്തേനൊക്കെ അറിയാൻ ചാടിന്നോ ഇതുണ്ടോ വാങ്ങി ഉപയോഗിച്ച അതിലൂടെയാണ് നമുക്കുള്ള വരുമാനം നമ്മൾ ഉപയോഗിക്കുക നമ്മളറിയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാ ഞാൻ കൊണ്ടു 100 ഒരു പിച്ച് വെറ്റിലൊക്കെ മുമ്പല്ലേ വിചാരം എന്താ ഈ വെറ്റിലിങ്ങനെ തിന്നാ വെറ്റില തിന്നി പോലൊക്കെ ഇതുണ്ടോ ചോപ്പ് എല്ലാറ്റിനും ലൈമണ്ട് പാക്കറ്റാണ് ഇതിന് കൊറേ ഓഫർ ഉണ്ട് ഇതിന്റെ ഓഫർ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയുക ഇപ്പൊ നിങ്ങൾക്ക് 1 കിലോ വാങ്ങുമ്പോ നിങ്ങൾക്ക് 104 രൂപ തന്നെ പക്ഷെ നിങ്ങൾ 7 പാക്കറ്റ് എനിക്ക് എന്നും വേണ്ടല്ലേ 7 കിലോ വാങ്ങുമ്പോ
പാലും കുടിച്ചാലും ഇപ്പൊ നമുക്ക് വേണം. അതന്നെ പറഞ്ഞത്. 7 കിലോ കൂപ്പണുണ്ട്. 7 കിലോ എടുക്കുകയാണെങ്കിൽ നമുക്ക് 90 രൂപ വരുള്ളൂ. ഒരു പാക്കറ്റ് നമുക്ക് ഇതിനൊപ്പം ഫ്രീ കിട്ടണില്ലേ? 6 പാക്കറ്റിന്റെ പൈസ കൊടുത്താൽ മതി. പിന്നെ അതും 7 കിലോത്തിന് 6 കിലോ എടുക്കുകയാണെങ്കിൽ 1 കിലോ ഫ്രീ ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ 6 കിലോത്തിന് അപ്പൊ എത്ര പൈസ തന്നെ? ആകെ 624 റുപ്യക്കോ? പിന്നെ അത് മാത്രമല്ല ഇതിന്റെ ഉള്ളിൽ 7 ടീച്ചർമാരും മാസന്മാരും തിരുമ്പോ ചോദിച്ചിട്ടുണ്ട്. ഇത് എന്റെ ജോലി കളയണ്ടേ. പിന്നെ അത് മാത്രമല്ല ടീച്ചറെ, ഇതിലെന്താ പറയുക, ഇതിന്റെ ഉള്ളിൽ ഓരോ കൂപ്പൺ ഉണ്ട്. 7 പാക്കറ്റ് നമ്മൾ കൊടുക്കുമ്പോ പിന്നെ 50 റുപ്യ പിന്നെ 20 റുപ്യ ഒക്കെ കിട്ടിയ അത് വേറെ പൈസ. ഗോൾഡ് കോയിന് 0.1 ഉണ്ട്, 1/2 ഉണ്ട്, 1 ഗ്രാം പിന്നെ ഇഷ്ടം പോലെ പിന്നെ പിന്നെന്തോ മായ മുന്നിൽ തെച്ചപ്പോ എന്റെ കുടിയില് പിന്നെ ആടോളും പോയി ഒരു ഇത് കിട്ടും ഞമ്മക്ക്. അതൊന്നല്ലോ കറ്റുമന്റെ കറ്റുമ എന്നും ഇതെന്റെ പണി. ഞാൻ ഇച്ചിരിക്കും തന്നെ. ഞാൻ എന്നാൾ ചെന്നപ്പോ കൊറേ പെണ്ണുങ്ങൾക്ക് പറഞ്ഞു ഇതുണ്ട്, ഇതില് 1/2 കിലോനാണ് ഇത്. കൂടുതൽ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പാത്രം മോര് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ള കളറ് മറ്റേ നിങ്ങള് മോര് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമില്ല. പിന്നെ അത് ആനവാസ കജ്ജാക്കൂല നമ്മളെ ഇതിലൊക്കെ സോപ്പല്ലേ വെച്ചിരുന്നത്. അതൊക്കെ ഉണ്ടാവും. ഞാൻ ഇപ്പൊ ഇതിന് വന്നിട്ടല്ലേ ഈ സ്കൂൾ അടുത്ത് പിന്നെ അതേമാതിരി ഇവിടെ ഇന്ന സ്ഥലത്തുള്ള ഇത് വാങ്ങിക്കൊണ്ടുപോകുമ്പോ ഓരോ ഉപകാരം അവർക്ക് പൈക്കുടി വരുമാനം. പിന്നെന്താ നിങ്ങൾക്കും ജീവിച്ചോ ഓർക്കും ജീവിച്ചോ. ഞാൻ എന്റെ കാട്ടിൽ ഞാൻ 5 കൊല്ലായി. ഈ 5 കൊല്ലത്തിൽ എത്ര സാധനം ഇവിടെ ഇറങ്ങി. അന്ന് വീടില്ല. നിർത്തിയിട്ട് പോകുന്നത് ഇനി നമുക്ക് ജീവിക്കാള് ഇവിടെ ഉണ്ട്. ഇവിടെ കിട്ടും. നമുക്ക് പണിയെടുക്കണല്ലോ. ഉറപ്പുണ്ടായിട്ട് തന്നെയാണ് ഞാൻ എന്നെ വലിച്ചട്ടി കൊടുക്കുന്നത് ഇങ്ങോട്ട്. പിന്നെ ഞാൻ സോപ്പും വെള്ളം കുലുക്കിങ്ങാണ്ട് കുപ്പിയിലാക്കി വെക്കുന്നു. ഇപ്പൊ ഇതിന് വന്നിട്ട് എന്താ വെച്ചിട്ട് തുള്ളി ആക്കി കൊടുത്തു. ഫ്രിഡ്ജിലൊന്നും ആക്കിയിട്ടൊന്ന് ഒന്നാണ് മണത്തോക്കാം. അതിന്റെ മണം സംഭവം പറയുന്നതേ ഇത് നമുക്ക് എന്താ പെണ്ണെ അതൊന്നുമല്ല. മസാലപ്പൊടികളുണ്ട്. കണ്ടോ ഇത് ബിരിയാണിക്ക് കൂട്ടണല്ലേ പറഞ്ഞിട്ട് എന്താണ് കരോ കൂരോന്ന് അറിയില്ല. കുട്ടികള് പെട്ടെന്ന് പറയാൻ ഇതൊന്നും കൂട്ടണ്ട. ഈ ഒരു പൊടി മാവില്ല നമ്മൾ പിന്നെന്താ നല്ല ഞാൻ എന്തിനാ ഈ തൊള്ളി ഇടുന്നത്? കൊണ്ടുപോകാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ പിന്നെ അപ്പോക്കറക്കാന്റെ മരിയോട് കൊടുക്കുന്നുണ്ട്. അതിനോട് കാര്യം പറഞ്ഞു നമുക്ക് പഠിക്കൊന്നും വേണ്ടല്ലോ. നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ കുടിയിൽ ഉപയോഗിക്കണം. ആരെ കണ്ടാലും ഇത് പറഞ്ഞു കൊടുത്താൽ ഓൾക്ക് ഇപ്പൊ ഇത് വാങ്ങും. വർത്താനം പറയോ ഞാൻ വെളുത്തുള്ളിന്റെ അച്ചാറാ ഒരു ചാതാണെന്നോ. ഇതിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത്. പിന്നെ പെണ്ണ് എങ്ങോട്ടൊക്കെ ആ പൂള് ഇതില്ലേ എന്താ സാധനം എന്താ കുട്ടിയൊക്കെ എന്താ കുട്ടികളെ ഓറ പൊട്ടിച്ചിട്ട് നാട്ടിൽ പറയാ നോക്കിയത് അത് നിർത്തട്ടോ. നിങ്ങൾ വർത്താനം പറഞ്ഞാലേ എന്തായാലും നബിസ്ഥാങ്ങൾ ഞാൻ തറഞ്ഞിരുത്തിയതുകൊണ്ട് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. ആളോട് എത്ര ആളെ കാണാൻ വരുന്നോട് കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിച്ചറിയട്ടെ. എന്തായാലും ഞാനൊന്ന് ചെയ്തോക്കട്ടെ. ഇതിന്റെ ഇത് നിർത്തണമൊന്നുമില്ല. ടീച്ചറെ പണികൾ നിർത്തണ്ട. കുറെ ആൾക്കാരെ കാണാൻ ടീച്ചർമാരും ഉപയോഗിപ്പിച്ചാലേ. അപ്പൊ ഓരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തോക്കട്ടെ. നല്ല വരുമാനം ഇതിന് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എന്ത് ചെയ്തോളാം അത് നിർത്തിയിട്ട് ഞാൻ അവിടെ വന്നിട്ട് ഇച്ചപ്പൻ്റെ എല്ലാത്തും ഒഴിവാക്കിങ്ങാണ്ട് ഇപ്പൊ ഞാൻ എന്താന്നോ അയിമക്കുള്ള ചിന്തനല്ല ചെയ്താലൊക്കെ നാണം കിട്ടുമ്പോ പിന്നെ മണ്ണിന് ചോപ്പിട്ടൊന്ന് നിക്കലാണ്. പിന്നെന്താ ഞാൻ പോരാ നമുക്ക് പൂതിയുണ്ടോ
പോയില്ലേ കിട്ടുന്നത്. പിന്നെന്താ പിന്നെ എന്തൊക്കെ എന്താ കാട്ടിന് പണ്ടെങ്കിൽ ഞാൻ ഞാനേ പെണ്ണുണ്ട് വരുന്നോ കുട്ടികള് അന്തിക്കാ വരിക അപ്പൊ തേര ഐഡിയായിട്ട് ഇങ്ങോട്ട് പോന്നതാണ്. അപ്പൊ പത്തിരിക്കായിക്കോട്ടെ കേട്ടോ പൊടിച്ചാൽ ആ കുക്കല് ഇതാക്കൽ തന്നെയാണ്. അപ്പൊ അതിന് നേരല്ലേ പെട്ടെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങളെ ഡയമണ്ടിൽ ഉണ്ടല്ലോ ഇഷ്ടംമാതിരി സാധനങ്ങൾ. അപ്പൊ അവിടുന്ന് വാങ്ങിക്കൂടെ? അരിപ്പൊടി ഇല്ലല്ലോ ണ്ടല്ലോ അവിടുന്ന് കായം തന്നെ തരുന്നുണ്ട്. ജസീം സാർ നിങ്ങൾക്ക് ഇഷ്ടമാതിരി സ്വർണത്തിന്റെ കോയിനാ തരുന്നത്. പിന്നെ എന്റെ പെണ്ണുങ്ങളെ കാര്യം പണക്കാരില്ലേ? ആ പറയപ്പ ഞങ്ങള് കാട്ടിയൊക്കെ അതുകൊണ്ട് തന്നെയല്ലേ സ്വർണത്തിന്റെ കോയിന് വന്നിട്ട് അതിയാ കുത്തിത്തരാം. അപ്പൊ നിങ്ങൾ പതിനാറ്റിൽ പോന്നാണില്ലേ? ഞാൻ അതിന് പോകുന്നതാണേ. ആദ്യാ കുത്തിത്തരാം. ഞാൻ കുത്തിത്തരാം. ആയിക്കോട്ടെ. എന്നിട്ട് എന്തൊക്കെ അന്റെ വർത്താനം ഞാൻ ഗൾഫിന്നൊക്കെ വന്നിട്ട് ഇപ്പൊ 1-2 കൊല്ലം ഇങ്ങനെ പറ. ഞാൻ ഈ പൈക്കളി ഇന്ത്യയിൽ പിന്നാലെ നടന്നിട്ട് ഇപ്പൊ ഈ ഡയമണ്ട് കൂടിയിട്ട് ഇപ്പൊ ഇങ്ങനെ വിളിക്കല്ലേ ഓള് ഡയമണ്ട് കൂടാന്. അല്ല ഈ മാറ്റം പോരില്ലേ പോരട്ടോ. ആ ശരീനാരെ മാപ്പണ്ടല്ലോ ഇന്നലെ പാട്ടടി നോന് നല്ല പൊരിക്കളിപ്പാട്ട് വരുന്ന ആളാണ്. അത് ഇന്നലെ മീറ്റിങ്ങിന് പോയിന്ന് അവിടെ. നമുക്ക് പാട്ടൊന്നും അറിയില്ലേ? അവൻ പറയാ പാട്ടൊന്നും അറിയില്ല. പിന്നെ ഞാൻ പോന്നിക്കണ അതിന് പോവാൻ പിടിച്ചിട്ട് ഒരു തൊഴിലുമില്ല. ഞാൻ ആ പെണ്ണിന്റെ ഒക്കെ പേരക്കുട്ടികളുണ്ട് ചെല്ലുമ്പൊക്കെ മണ്ടിക്കൂടും. അത് ഉട്ടായി ആകട്ടെ. എപ്പോഴും കാണാം ചെറിയ പെണ്ണിനത് വലിയ ഇട്ടാണ്. ഇനിയിപ്പോ കൊണ്ടേട്ടില്ലെങ്കിൽ അതിന് നിലവിളിച്ചു ചെറിയ പൈസ 30 ഉറുപ്പ്യാണ്. ഇങ്ങോട്ട് തന്നോളി. കൊണ്ടേക്കോളി. ആയിക്കോട്ടെ. എന്നാ ശരി. ആ പെണ്ണിനോടൊന്നും ഉണ്ടാകില്ല. എന്നാ പോട്ടെട്ടോ. ഒരാൾ ഇവരത്തെ വീടിന് ഉടനെ എന്നാ പോട്ടെ.